സൂര്യ. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ തന്നെ തിരക്കിട്ട പണിയിലാണ് കേട്ടോ. വേറൊന്നല്ല, ഇന്ന് 8:30 ആകുമ്പോഴത്തേക്കും നമുക്ക് 2 പൊതിച്ചോറ് കൊടുക്കാനുണ്ട്. അപ്പോൾ രാവിലത്തെ ചായക്കുള്ളതും റെഡി ആവണം, പൊതിച്ചോറും റെഡി ആവണം കേട്ടോ. അപ്പോൾ പിള്ളേർ പറഞ്ഞിട്ട് പോയതാണ് 8:30 ആകുമ്പോഴത്തേക്കും തന്നെ വേണം എന്നുള്ളത്. എല്ലാ പ്രാവശ്യമൊന്നും നമുക്ക് കൊടുക്കാനൊന്നും പറ്റാറില്ല കേട്ടോ. കൊടുക്കാൻ പറ്റാവുന്ന സമയത്തൊക്കെ നമ്മൾ പരമാവധി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഇത് പയറൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടതാണ്. ഇന്ന് പയറും അച്ചിങ്ങയും കൂടി തോരൻ വയ്ക്കാനുണ്ട്. അത് കഴിഞ്ഞിതാ പുട്ടിന് നനച്ച് വയ്ക്കുന്നുണ്ട്. ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ നേരത്തെ തന്നെ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനി നമുക്ക് ഇതിപ്പോൾ ഉള്ളിയും ഞാൻ ഉണക്കമുളകും കൂടിയിട്ട് വാട്ടാണ് കേട്ടോ. ചമ്മന്തിക്കാണ്. അത് മിക്സിയിലെ ജാറിലോട്ട് ഇടുന്നുണ്ട്. കുക്കറിൽ ഇതാ പയറും ഇരിക്കുന്നുണ്ട്. പയറും അച്ചിങ്ങയും കൂടി തോരൻ വയ്ക്കാനാണ് കേട്ടോ. അതെന്തായാലും ഇപ്പം തന്നെ അത് വേവാറായിട്ടുണ്ട്. പിന്നെ ഇതാ പുട്ടുണ്ടാക്കാനായിട്ട് പുട്ടുകൂടം വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഈ ഒരു സമയത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ചമ്മന്തി അടിച്ചേച്ച് വരാം. ഇനി അപ്പോൾ അച്ചിങ്ങയ്ക്കും പയറിനുള്ള പണി നോക്കാം കേട്ടോ. ഞാൻ അച്ചിങ്ങയൊക്കെ അങ്ങനെ വെള്ളത്തിൽ വേവിച്ചിട്ടല്ല കേട്ടോ റെഡിയാക്കാറ്. അച്ചിങ്ങയൊക്കെ ഇതേപോലെ സവാളയൊക്കെ വഴറ്റി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് തന്നെ അച്ചിങ്ങ ഇട്ടിട്ട് അങ്ങനെ തന്നെ നമ്മൾ ഇളക്കിയിട്ട് മൂടി വയ്ക്കാറാണ് പതിവ്. വെള്ളമൊന്നും ഒഴിച്ചിട്ട് ആദ്യം വേവിക്കാറൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒലത്തുന്നതാണ്. വെള്ളം ഒഴിക്കാതെ വേവിക്കാത്തതാണ് ഇവിടെ ഇഷ്ടം. ഇങ്ങനെ ഒലത്തുന്നതാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഇതേപോലെ വഴറ്റി അതവിടെ മൂടിയാൻ വെച്ചു കേട്ടോ. ഒട്ടുമിക്ക പണികളും ഇപ്പോൾ തീരാറായിട്ടുണ്ട് കേട്ടോ. സമയം 7:30 ആവാറാവണതേ ഉള്ളൂ കേട്ടോ. രാവിലെ പുട്ടാണെന്ന്. അപ്പോൾ പുട്ടിനുള്ള പപ്പടമാണ് കാച്ചിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പപ്പടം ഇല്ലാതെ പുട്ട് ഇറങ്ങാൻ ഇത്തിരി വിഷമമാണ് കേട്ടോ. പുട്ടുണ്ടെങ്കിൽ പപ്പടം എന്തായാലും വേണം. അപ്പോൾ പപ്പടം എന്തായാലും വറുത്തു. പപ്പടമൊക്കെ വറുത്തതിന് ശേഷം പുട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടിയ പുട്ടായിട്ട് ഒരാൾ ഓടിപ്പോവാണ് കേട്ടോ. ഞാൻ അടുത്തതും പുട്ടുണ്ടാക്കാനുള്ള പരിപാടി തന്നെയാണ്. പുട്ടുണ്ടാക്കി തീർന്നിട്ടില്ല കേട്ടോ. ഇതിനിടയിൽ എനിക്ക് വാഴയിലയൊക്കെ വെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാഴയിലയൊക്കെ വാട്ടി അതൊക്കെ കഴുകി വൃത്തിയാക്കി തന്നെ എടുത്തു. ചോറ് റെഡിയായി, അച്ചിങ്ങയും പയറും തോരൻ, പിന്നെ മുട്ട ഓംലെറ്റ് റെഡിയാക്കി, ചമ്മന്തി റെഡിയാക്കി, തക്കാളി സവാളയും കൂടി വാട്ടിയതും റെഡിയായി. ഇനി നമുക്ക് പൊതിച്ചോറ് കെട്ടേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയാക്കി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതിച്ചോറ് കെട്ടാനായിട്ട് തന്നെ ഷാനവും കൂടെ സഹായിച്ചിട്ടോ. രണ്ടുപേരും കൂടിയാണ് അത് കെട്ടിയത്. ഞാൻ ഒറ്റക്കെടുത്ത് എനിക്ക് കയറുമോ ഇലയെങ്ങാൻ കയറി പോകുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ കയറിയതൊന്നുമില്ല. അപ്പോൾ ഒരെണ്ണം ചെയ്ത് അടുത്തതും നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ റെഡിയാക്കിയത്. 8:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ അതേ സമയത്ത് തന്നെ കറക്റ്റ് ആ ഒരു 8:30 സമയത്ത് തന്നെ വന്ന് വാങ്ങിച്ചോറുകൊണ്ട് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം 2 പൊതിച്ചോറും റെഡിയാക്കിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതിച്ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.